നമസ്കാരം. ഇന്ന് നമ്മൾക്കൊപ്പമുള്ളത് ഡോക്ടർ CR രാധാകൃഷ്ണൻ സാറിന് ഒരു 42 വർഷത്തിലധികം സേവന പരിചയമുണ്ട്. കുട്ടികളുടെ മാനസിക പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൽ. അപ്പോൾ സാറ് ന്യൂറോ സൈക്കാട്രി ഇൻ ചൈൽഡ് ഹെൽത്ത് ആൻഡ് ബിഹേവിയറൽ മെഡിസിൻ ആണ്. സാറാണ് നമ്മളുടെ ടീമിനെ ലീഡ് ചെയ്യുന്നത്. സർ, വെൽക്കം ടു ദ ഷോ. ഞാൻ ആലിയ ബിൻസി മാത്യു, കൺസൾട്ടൻറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കോച്ച് ഇൻ എപ്പിജനറ്റിക്സ് ആൻഡ് എൻവയൺമെൻറ്റൽ ന്യൂട്രീഷണൽ മെഡിസിൻ. കറൻ്റ്ലി വർക്കിംഗ് ആസ് എ ലൈഫ് സ്റ്റൈൽ കോച്ച് ഇൻ ആയുഷ് മന്ത്ര വെൽനസ് ക്ലിനിക്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഐശ്വര്യ വിജയ്, ആയുഷ് മന്ത്ര വെൽനസ് ക്ലിനിക്കിലെ ഗവേണിംഗ് മെഡിക്കൽ ഓഫീസറാണ്. ഞാൻ ഡോക്ടർ അനില മേരി, റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസർ ആയുഷ് മന്ത്ര വെൽനസ് ക്ലിനിക്. ഓട്ടിസം ഒരു പരിധിവരെയും റിവേഴ്സിബിൾ ആണ് എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഓട്ടിസം നമ്മളുടെ കുട്ടികളുടെ ഇത്തരം പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും അതിൻ്റെ ഡയഗ്നോസ് പോലും അത്ര ശരിയാകണമെന്നില്ല. ഓട്ടിസത്തിൽ വരുന്നതെന്ന് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കബിലിറ്റി കുറവ്, പിന്നെ ഇൻട്രവർട്ട് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ചെറിയ അബ്നോർമൽ ബിഹേവിയർ ഉണ്ടാകുക. പക്ഷേ അത് ഒരു പരിധി വരെ റിവേഴ്സിബിളാണ്, നല്ല രീതിയിൽ റിവേഴ്സിബിളാണ്. പക്ഷേ ഇത് ബേസിക്കായിട്ട് ഒരു ന്യൂറോളജി ഇത് വരുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ക്യൂറബിൾ എന്ന് പറയുന്നില്ല. പക്ഷേ ബുദ്ധിപരമായിട്ട് ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും റിവേഴ്സിബിളാണെന്ന് തന്നെ പറയാം. ശരിയാണ്. ഓട്ടിസം എന്നത് റിവേഴ്സിബിളാണ്, 100% ക്യൂറബിൾ എന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് അവരുടേതായ പരിമിതികളെ അതിജീവിക്കാൻ കഴിയും. അതായത് ഇന്നലത്തെ ഒരു കുഞ്ഞിനേക്കാൾ ഒരു 80% വ്യത്യസ്തതകളോടുകൂടി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ഇവർക്ക് നമ്മളൊരു കൈത്താങ്ങ് കൊടുത്താൽ കഴിയുന്നതാണ്. ഇത് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഇപ്പം മോഡേൺ മോളിക്യൂളുകൾ, പുതിയ തരത്തിലുള്ള ഡീറ്റോക്സുകൾ, ഇവയൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ റിവേഴ്സ് ചെയ്യുന്നതായി ഞങ്ങൾ കാണുന്നതുകൊണ്ട്. സർ, ആളുകളുടെ ഇടയിലൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇത്തരം മാനസിക പ്രശ്നങ്ങളും പഠന പിന്നോക്കാവസ്ഥകളും ഒരിക്കലും മാറില്ല എന്ന്. ഇതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? കേരളത്തിലെ അല്ലെങ്കിൽ സാധാരണയായിട്ട് പൊതുവെ മാനസിക പ്രശ്നങ്ങളെ ഒക്കെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത്ര ഗൗരവത്തോടെയാണെങ്കിലും വേണ്ടത്ര ബുദ്ധിപരമായിട്ടല്ല. അതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ പല ഡോക്ടർമാരുടെ അടുത്തും പോകുന്നുണ്ട്. അവരിൽ പലർക്കും ഇതിനെപ്പറ്റി അത്ര ശ്രദ്ധ അല്ലെങ്കിൽ താല്പര്യം കാണണമെന്നില്ല, അല്ലെ വേണ്ടത്ര ഡയറക്റ്റ് ചെയ്ത് വിടത്തില്ല, റെഫർ ചെയ്ത് വിടത്തില്ല. അതുകൊണ്ടൊക്കെ നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ഒരു സ്റ്റിഗ്മയുടെ പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മളെ വരാനുള്ള മടി, ഒരു ചെറിയ തോതിൽ സൈക്യാട്രിയുടെ അംശത്തിലൊക്കെയാണ് ഇത് വരുന്നത്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ ആലിയ കൈകാര്യം ചെയ്യുന്ന പോലെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സോ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ADHD ആയിട്ടൊരു കുട്ടി വരുമ്പോൾ പാരൻസ് മെയിനായിട്ട് പറയുന്ന കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്, അടങ്ങിയിരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ പാരൻസ് ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റ് സിംറ്റംസ് ഇല്ലേ, അത് കറക്റ്റ് സമയത്ത് നോക്കിയില്ലെങ്കിൽ പിന്നീട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ആകാവുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതെന്തൊക്കെയാണ് സർ? ADHD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ്. അതിനകത്ത് ആദ്യത്തെ ഘടകം തന്നെ അറ്റൻഷനാണ്. ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, പക്ഷേ അതൊരു 12-14 വയസ്സാകുമ്പോഴത്തേന് കുറയും സാധാരണഗതിയിൽ. വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകും. മുതിർന്ന ADHD-ക്കാരെ കാണാറുണ്ട്, പക്ഷേ പൊതുവെ കുറവാണ്, 95% കുറഞ്ഞു പോകും. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് പരിഹരിക്കേണ്ടത് ശ്രദ്ധയാണ്, അതായത് അറ്റൻഷൻ പരിഹരിച്ചാലേ ആ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, പഠിത്തത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും. അതാണ് അതിൻ്റെ പ്രധാന ഘടകം. സാർ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു കുട്ടിയുടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഒരിക്കലും ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ളൊരു ഘടകമല്ല, നമ്മൾ അറ്റൻഷൻ സ്പാൻ ആയിരിക്കണം മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു കുട്ടിയുടെ അറ്റൻഷൻ സ്പാൻ കറക്റ്റ് ചെയ്യുന്നതിലൂടെ ഹൈപ്പർ ആക്ടിവിറ്റി കൂടെ കറക്റ്റ് ആവത്തില്ലേ സർ? അത് ഹൈപ്പർ ആക്ടിവിറ്റി കറക്റ്റ് ചെയ്യുന്നത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പ്രായത്തിൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊരു കാരണം ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി കറക്റ്റ് ചെയ്യണം, അതിൻ്റെ കൂടെ അറ്റൻഷൻ ട്രീറ്റ്മെൻറ്റും കൊടുക്കണം. ഓക്കെ, അപ്പോൾ രണ്ടും നമ്മൾ ഒരേപോലെ തന്നെ കൺസിഡർ ചെയ്യേണ്ട സാധനം കൺസിഡർ ചെയ്യണം.